ഹലോ നമസ്തേ വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൽഫോൺ അഡിക്ഷനെ കുറിച്ചിട്ടാണ്. ഈ സെൽഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന കുറച്ച് വർഷങ്ങളായിട്ട് ഈ സെൽഫോണൊക്കെ വന്ന സമയം മുതലേ ഇതുപോലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു ടീനേജ് ഗ്രൂപ്പിലുള്ളതോ അല്ലെങ്കിൽ യങ് അഡൾട്ട്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയല്ലോ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആയി, വർക്ക് ഫ്രം ഹോമായി, എൽഡർലി പീപ്പിൾ ഒറ്റയ്ക്കാവാറായി, കുഞ്ഞുകുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ഈ ഒരു ഇഷ്യൂ അക്രോസ് ഏജ് ഗ്രൂപ്പ്സ്, കുഞ്ഞുങ്ങൾ മുതൽ എൽഡർലി പീപ്പിൾ വരയ്ക്കും ഉള്ള ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ സെൽഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റിസർച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ പറയുന്നത് ഇൻ എ ഡേ മോർ ദാൻ 2600 ടൈംസ് ആണ് ആൾക്കാർ ഫോൺ എടുത്ത് നോക്കുക. ഒരു കാര്യമില്ലാണ്ട് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഈ ഫസ്റ്റ് ടൈം ഫോൺ എടുക്കുന്നതും സെക്കൻഡ് ടൈം ഫോൺ എടുക്കുന്നതും തമ്മിലുള്ള ഒരു ടൈം ഡിഫറൻസ് ഇല്ലേ, നോക്കുകയാണെങ്കിൽ അറൗണ്ട് 2 മിനിറ്റ്സിൻ്റെ സമയത്താണ് നമ്മൾ ഈ ഫോൺ എടുത്തുകൊണ്ടേയിരിക്കുക. സോ അത് അത്രയും കോമൺ ആയിട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിളും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നൗ ഹൗ ഡു വി ഐഡൻറ്റിഫൈ ഇതൊരു പ്രശ്നം ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സപ്പോസ് നിങ്ങൾ ഇൻ എ ഡേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ വെറുതെ ഫോൺ അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ, ഇഫ് യുവർ ഹാപ്പിനെസ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫോൺ, ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ന്യൂ ഫോൺസ് വേണം, ന്യൂ ആപ്ലിക്കേഷൻസ് വേണം, അതിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അഗെയിൻ ദാറ്റ് ഈസ് സൈൻ ടു ബി കോഷ്യസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് ഇസ് നിങ്ങൾക്ക് ഫാമിലി ലൈഫിനേക്കാളും പ്രൊഫഷണൽ ലൈഫിനേക്കാളും നിങ്ങളുടെ ലൈഫിനേക്കാളും വലുതാണ് ഈ ഫോണിൽ ബ്രൗസ് ത്രൂ ചെയ്യുന്നതോ ചാറ്റ് ചെയ്യുന്നതോ മെസ്സേജസ് ചെയ്യുന്നതോ ആണെങ്കിലും ഇറ്റ് ഈസ് യെറ്റ് അനദർ റെഡ് ഫ്ലാഗ്. പിന്നെ നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ് ഉണ്ടാവില്ലേ, ഉറക്കമില്ല, ഫുഡ് കഴിക്കില്ല, യു ആർ സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് യുവർ ടൈം ഓൺ ദ ഫോൺ. അപ്പം നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടാവില്ലോ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ, ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഏർലി റൈസർ ആണോ ലേറ്റ് റൈസർ ആണോ അതൊന്നുമല്ല. പക്ഷെ നോർമലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സൈക്കിൾ അത് ഹാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ then definitely it is something that you need to look into. സോ ഇതൊക്കെയാണ് ചെറിയ പോയിന്റേഴ്സ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇഫ് യു ആർ ഫോളോയിങ് ഇൻ ടു എനി ഓഫ് ദീസ് തിങ്സ്, ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, സപ്പോസ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റബിലിറ്റിയും ആങ്കറും ഇമോഷണൽ ഡിസ്ട്രെസ്സും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഹാമ്പറിങ് യുവർ ലൈഫ്, അങ്ങനെ ആവുമ്പോൾ ദിസ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് വെരി വെരി സീരിയസ് ആൻഡ് വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ നെക്ക് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളിങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവും, അതിന് ടെക്സ്റ്റ് നെക്ക് എന്നാണ് പറയുക. സോ നെക്ക് ഇഷ്യൂസ് വരും, ഡ്രൈനസ് ഇൻ ദി ഐസ് വരും. ഇതൊക്കെ ഫിസിക്കലി നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന കാര്യമാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു യു മെൻ്റലി, അതാണല്ലോ മൈ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ്, അതാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെൽഫോൺ അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ദർ ഈസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ യുവർ സ്ലീപ്പ്. മോസ്റ്റ് ഓഫ് us ഹാവ് എ ഹാബിറ്റ് ഓഫ് നമ്മൾ ബ്രൗസ് ചെയ്തുകൊണ്ടേ ഉറങ്ങുമ്പോഴത്തേക്ക് ബെഡ് സൈഡിൽ ചാർജ് ചെയ്തിട്ട് ഫോൺ വെച്ച് അതിൽ കൂടി നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം it hampers your sleep. Brain becomes more active and you are not in a condition to go off to sleep. പിന്നെ അതിൻ്റെ ലൈറ്റ് കാരണം it is again going to affect your sleep. So നമ്മുടെ സ്ലീപ്പ് എഫക്റ്റ് ആയെന്ന് വെച്ചാൽ മൊത്തം സൈക്കോളജിക്കൽ വെൽബീങ് എഫക്റ്റ് ആവുക തന്നെ ചെയ്യും. Okay, so main thing that is getting affected is that. Second is you're connecting your happiness or you're connecting your well-being through the phone. എനിക്കിത് നോക്കിയാലേ സന്തോഷം വരുള്ളൂ, എനിക്കിങ്ങനെ ചെയ്താലേ സ്ട്രെസ് ഫ്രീ ആവുള്ളൂ എന്ന് പറയുമ്പം യു ആർ കണ്ടീഷനിങ് യുവർ ഹാപ്പിനെസ് ടു ദ എക്വിപ്മെൻറ്റ്. പിന്നെ ദേഷ്യം വരിക, ഇറിറ്റേറ്റഡ് ആവുക. സോ യു ആർ ചേഞ്ചിങ് യുവർ പേഴ്സണാലിറ്റി ഓൺ ദ ഹോൾ ബേസ്ഡ് ഓൺ ആൻ എക്വിപ്മെൻറ്റ് ആൻഡ് ഗാഡ്ജറ്റ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഹ്യൂമെയിൻ സൈഡ് ഓഫ് യു ബിക്കംസ് വെരി കണ്ടീഷൻ ടുവേർഡ്സ് വൺ പെർട്ടിക്കുലർ
ഗാഡ്ജറ്റ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഹാപ്പിനെസ്സിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഗോസ് ത്രൂ സൈക്കോളജിക്കലി. യുവർ ബെസ്റ്റ് പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം യു ആർ എൻഗേജ്ഡ് ഇൻ ദിസ്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ എവിടെയോ എത്തേണ്ട ഒരാൾ ഇതിൻ്റെ അകത്ത് കുടുങ്ങിയത് കൊണ്ട് മേ ബി യു ആർ നോട്ട് ഡൂയിങ് യുവർ ബെസ്റ്റ്. വി ലുക്ക് ഔട്ട് ഫോർ മോട്ടിവേഷൻ ഇൻ ദ ജസ്റ്റ് ഫോർ സ്ക്രോളിങ്. ഓക്കെ, ചില ആൾക്കാർ പറഞ്ഞ മോട്ടിവേഷന് വേണ്ടി വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇറിറ്റേറ്റ് ആകുമ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് വാട്ട് ആർ യു ഡൂയിങ്? You're wasting your time, right? But your time management is affected. When your time management is affected, all your work goes pending. When your work goes pending, what happens? You get stressed. When you get stressed, what happens? It affects your body. When it affects your body, what happens? You cannot be your best. So ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ സെൽഫോൺ അഡിക്ഷൻ നമ്മുടെ മാനുവൽ DSMൽ ആഡ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇറ്റ് ഇസ് ജസ്റ്റ് സംതിങ് ദാറ്റ് ഇസ് ബീയിങ് ഡിസ്കസ്ഡ് ഓർ റിസർച്ച്ഡ് എന്ന് പറയാം. ബട്ട് definitely it can be compared to other addictions like gambling addiction ഒക്കെ അതിലുള്ളതുപോലെ നമുക്ക് ഇതിനെയും കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്, because it is having a long term effect on the person. ഇപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒന്ന് പുറത്തു വരിക? വാട്ട് ഡു വി ഡു ടു കം ഔട്ട് ഓഫ് ഇറ്റ്? സോ ഇതിനെക്കുറിച്ചും ദർ ആർ ലോട്ട് ഓഫ് റിസർച്ചസ് വിച്ച് ഹസ് ബീൻ ഡൺ. ചില ആൾക്കാർ അവരുടെ മുകളിൽ തന്നെ ചെയ്തിട്ട് കണ്ട ഡിഫറൻസസ് ഉണ്ട്. ചിലതൊക്കെ ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ hours സെറ്റ് ചെയ്യാം, ഹൗ മെനി hours ഓൺ ദ ഫോൺ എന്നുള്ളത്. you like screen time set ചെയ്യാന്ന് പറയില്ല. So you can set your screen time or for each application. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക. whatever is required you keep that. You track your time. നമ്മൾ എത്ര മണിക്കൂറാണ് ഈ ഒരു ഫോണിന് കൊടുക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. പിന്നെ 1 day in a week you can actually not use the phone. നിങ്ങൾ വർക്ക് ചെയ്യാത്തൊരു ദിവസമാണെന്നെങ്കിൽ ഹാഫ് ഡേയോ 1 ഡേയോ വർക്ക് ചെയ്യാത്ത ആ ഒരു സൺഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ ലവ്ഡ് വൺസിനും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. നമ്മളത് ചെയ്യുകയാണെങ്കിൽ you understand how much more beautiful life is. അപ്പം നമ്മൾ ഈ ട്രാക്ക് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. വൺസ് യു ട്രാക്ക് ആൻഡ് യു നോ എപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ യു നീഡ് ടു ഹാവ് എ ടൈം. ഓക്കെ, ഞാൻ എൻ്റെ സെൽഫോണിന് ഇത്ര മാത്രമേ സമയം യൂസ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ 1 day ഐ എം നോട്ട് ഗോയിങ് ടു യൂസ്. ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സ്മാർട്ട് ഫോണിൽ നിന്ന് നമ്മുടെ പഴയ ഫോണില്ലേ ഇത് ആപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത വാട്ട് ഈസ് ഇറ്റ് കോൾഡ്, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് കോൾഡ്, ദ പഴയ ഫോണിലോട്ട് മാറും ഫോർ എ മന്ത് ഓർ സോ. സോ ദാറ്റ് നമ്മൾ അത്രത്തോളം യു ലേൺ ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയാം. നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ യു ക്യാൻ കീപ് യുവർ ഫോൺ സംവെയർ അവേ റാദർ ദൻ ക്യാരിങ് ഇറ്റ് വിത്ത് യു ടു യുവർ ബെഡ്റൂം, carrying it to your kitchen. So ഇതൊക്കെ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബെഡ് സൈഡിൽ ഫോൺസ് വെക്കാണ്ടിരിക്കുക. ഉറങ്ങുന്നതിനേക്കാളും മുന്നേ യു ഗെറ്റ് ഇൻ ടു സം അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഫോൺ. രാവിലെ എണീറ്റ് ഉടനെ ഫോൺ നോക്കാണ്ടിരിക്കുക, രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഫോൺ നോക്കാണ്ടിരിക്കുക. whoever has approached me for therapies or treatment, നിങ്ങൾക്കറിയാം ഞാൻ തരുന്ന ആക്ടിവിറ്റീസിലൊക്കെ രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ എണീറ്റ് ഉടനെയും സെൽഫോണിനായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു റൂളായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ സജസ്റ്റ് യു ടു ഡു. സോ നമുക്ക് സ്മോൾ ചേഞ്ചസ് ചെയ്തിട്ട് തുടങ്ങാം. സോ ഫോർ എക്സാമ്പിൾ, first you can stop looking into the phone as soon as you get up. So stop looking into the phone before you go to bed. അതായിരിക്കും ഏറ്റവും ചെറിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം you can decide on the time, as in how much time എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഹാഫ് എ ഡേ യൂസ് ചെയ്യാണ്ടിരിക്കാം ഓൺ വീക്കെൻഡ്സ്. ചില പ്രൊഫഷൻസിലൊക്കെ യു കനോട്ട് ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫോളോ ഇറ്റ്. അറ്റ് ദ സെയിം ടൈം വേറൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസിനെ നമ്മൾ ആക്റ്റീവ് ചെയ്യില്ല. ഐ തിങ്ക് യു ഷുഡ് നോട്ട് ബി ഹാവിങ് എനി ഫാൻസി സൗണ്ട് ഓർ എനിത്തിങ് ദാറ്റ് ഈസ് ഡ്രോയിങ് ടുവേർഡ്സ് ദാറ്റ്. നമ്മൾ നോട്ടിഫിക്കേഷൻസിനൊക്കെ കുറയ്ക്കാം. യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ നോട്ടിഫിക്കേഷൻസ് വെൻ യു ആർ ഇൻസൈഡ് ദ ഹൗസ് അറ്റ് ലീസ്റ്റ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ചില
ഓഫീസസ് ഐ റിയലി അഡ്മയർ ദാറ്റ് അവർ ഈ ഫോൺസിനെ ഓഫീസിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ വിടില്ലല്ലോ. അപ്പോൾ യു ആർ ഹാവിങ് സം ടൈം അറ്റ്ലീസ്റ്റ് നോട്ട് യൂസിങ് ദി ഫോൺ. സോ ചില ആൾക്കാരൊക്കെ കുറച്ച് ലേസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഹാവ് കൺഫ്യൂസിങ് പാസ്വേഡ്സ് ഒക്കെ യൂസ് ചെയ്തൊക്കെ ബ്ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻസിനൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ബട്ട് I somehow feel that you have to decide on what you want to do. പക്ഷേ ഇതൊക്കെയാണ് pointers that I wanted to tell you. ഇതൊക്കെ വർക്ക് ചെയ്ത പോയിന്റേഴ്സ് ആണ്. സോ ഐ എം ഷെയറിങ് ഇറ്റ് വിത്ത് യു. സോ സെൽഫോൺ അഡിക്ഷൻ എല്ലാവർക്കും അറ്റ് വൺ ഫേസ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഓവർകം when you realize that it is not right. First നമ്മൾ അത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യേണ്ട ഇങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യേണ്ടത് മനസ്സിലാക്കിയാൽ you will be able to move ahead. So this is what I wanted to share. Thank you so much for joining in. If you like such videos, please to hit a like, and if you think someone will benefit out of it, please to share. ഇതുവരെ subscribe ചെയ്തില്ലെങ്കിൽ please to subscribe to the channel. Thank you so much for joining in. You have a wonderful day.